എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകല ശ്രീദേവിനെ വിളിച്ച തന്ത്രങ്ങളൊക്കെ ഓതി കൊടുക്കുകയാണ്. അത് മോളെ, നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അവനെയും കൊണ്ട് നീ ഒരു യാത്ര പോ. യാത്ര പോയി കഴിയുമ്പോഴത്തേന് എല്ലാം ശരിയാകും. ആ യാത്രയില് നീ അവനെ വളച്ച് വശത്താക്കണമെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മേന്ന് ചോദിക്കാം. നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. ഒരു പെണ്ണ് വിചാരിച്ചാലാണോ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാത്തെ എന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവി ഇരുന്ന് ആലോചിച്ചു, ഇനിയിപ്പോ യാത്രയുടെ കാര്യം ആനന്ദേട്ടനോട് എങ്ങനെ പറയും, പറയാതിരിക്കാനും പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് ശ്രീദേവി ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുകയാണ്. ഈ സമയം ആകെപ്പാടെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോമതിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തന്റെ ഈ വീട്ടിൽ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ഓർത്തിട്ട് ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയം മിത്ര നേരെ ആര്യന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആര്യന്റെ അടുത്ത് എന്നിട്ട് ആര്യ, ഇങ്ങനെ മുമ്പോട്ട് പോയി ശരിയാവുമെന്ന് തോന്നില്ലെന്ന് പറയണേ. എന്ത്? അല്ല, ആ ശ്രീദേവിയുടെ അടുത്ത് ഇത്തിരി ഓവർ അല്ലേന്ന് ചോദിക്കാം. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. എല്ലാ കാര്യത്തിനും പുള്ളിക്കാരുടെ കൈ ചേരല്ലണം എന്നൊരു രീതിയാണ്. ചിലപ്പോൾ കുറെ ഓവറായെന്ന് തോന്നുന്നുണ്ട്, ചിലപ്പോൾ അരിപ്പിരി ഇളകിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് കേട്ടപ്പം ആര്യം ചിരിക്കുവാണ്. എന്താ ആര്യം ചിരിക്കണേന്ന് ചോദിക്കാം. ഇല്ല, വെറുതെ ചിരിച്ചാന്ന് പറയണം. പിന്നീട് ആരിനോട് പറഞ്ഞു, ഞാനൊരു ജോലിക്ക് പോയാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണം. ജോലിക്ക് പോകാനാ? എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നീ ജോലിയൊന്നും തേടണ്ടെന്ന് പറയാം. ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയാവോ? പഠിക്കണം, നന്നായിട്ട് പഠിക്കണം എന്ന് പറയാം. നിനക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തണം എന്ന് പറയാം. അപ്പൊ ആരിന് ലക്ഷ്യമില്ലേന്ന് ചോദിക്കാം. എന്റെ ലക്ഷ്യം അവിടെ കിടക്കട്ടെ, ആദ്യം നിന്നെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ IAS കാരിയാണം, അത് മാത്രം എന്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നീ പ്രയത്നിച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരിന് ബുദ്ധിമുട്ടായി? എന്ത്? അല്ല, അത് പിന്നെ ശ്രീദേവി എടുത്തിട്ട് കാര്യം ഇതൊക്കെ പറഞ്ഞേ, അത് പിന്നെ ആരിനോട് കുറച്ച് സാധനം കൂടുതൽ എടുത്തെങ്കിൽ തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. തെറ്റോ? എന്തിനാ? നീ എന്നോടല്ലാതെ പിന്നെ മറ്റാരോടാ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മിത്രയ്ക്ക് സന്തോഷമായി. ആദ്യമായിട്ടാണ് ആരിന് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് മിത്ര അകത്തേക്ക് കയറി വരുവാണ്. ആ സമയം ഗോമതി ടേബിളിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റിയമ്മേ? അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് രണ്ടുപേരുടെ എന്താന്ന് മിത്ര മീനാക്ഷിയും ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒരേപോലെയല്ലേ കണ്ടിട്ടുള്ളൂ. അതെ, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ നിങ്ങളോട് ഞാൻ എതിർത്തൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാണ്. പക്ഷേങ്കില് ഇന്ന് എനിക്ക് അങ്ങനെയല്ലാന്ന് പറയാം. അപ്പൊ ഞങ്ങളോട് ഇഷ്ടമില്ലേ? നിങ്ങളോടല്ല, ഒരാളോട് ഒരു പൊടിക്ക് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് പറയണം. ആരോട്? പുതിയതായിട്ട് വന്ന മരുമോളോട്. അതെന്ത് പറ്റി അപ്പച്ചിന്ന് മിത്ര ചോദിക്കണം. എന്ത് ചെയ്യാനാന്ന് പറ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ നടക്കുന്ന പുകിലുകള്. എന്റെ ജീവിതം എവിടെയാന്ന് നിനക്കറിയാലോ. മീനാക്ഷി പറഞ്ഞ അടുക്കളയില്. ആ അടുക്കളയിൽ തന്നെ എന്നെ പുറത്താക്കിയിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അധികാരം പോയിരിക്കുക. അടുക്കളയാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം. അടുക്കളയിൽ അധികാരം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഭരണം പിടിച്ചെടുത്തെന്ന് തന്നെ വേണം കരുതാനെന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലമ്മേന്ന് പറയണം. അങ്ങനെ ഉണ്ട് മോളെ, എന്റെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ്. പിന്നെ ഈ അടുക്കള ഈ പരിസരമൊക്കെയാണ് എന്റെ ലോകം. അത് കൂടുതൽ എനിക്കൊന്നും ഇല്ലാന്ന് പറയണം. ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും ഒരേ ജോലിക്ക് പോകും. മീനാക്ഷി ജോലിക്കും പോകും, മിത്ര പഠിക്കാനും പോകും. പക്ഷെ ഞാനിവിടെ അടുക്കളയും ഈ പരിസരമായിട്ടാണ് കഴിഞ്ഞു പോന്നിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഞാൻ ആ അടുക്കളയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ എന്റെ വേദന നിനക്ക് മനസ്സിലാവില്ലേന്ന് ചോദിക്കുക. മീനാക്ഷി പറഞ്ഞ് മനസ്സിലാവുമേ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അല്ല അമ്മ ഇപ്പൊ എന്താ സങ്കടപ്പെടുന്നേ? എന്നെ അടുക്കളയിലേക്ക് പോലും കയറ്റുന്നില്ല, അവൾ എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറയാം. അത്രേ ഉള്ളോ? അമ്മ ഇത് ചോദിച്ചിട്ട് എന്നാ കാര്യം? വാ മിത്രേ, നമുക്ക് ചോദിക്കാന്ന് പറയാണ്. അങ്ങനെ മൂന്നുപേരും പെൺപോരാളികളെ പോലെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ചട്ടമൊക്കെ നീട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുവാണ്. ഒരു നിമിഷം മൂന്നുപേരും പതിരിപ്പോയി. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം. അത് പിന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നിങ്ങളെന്നും പറഞ്ഞിട്ട് ശ്രീദേവി ഒന്ന് ഞെട്ടി വീണ്. എന്താ കാര്യം? ഞാൻ എന്ത് പലഹാരം ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഈ എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ പറയണം. അല്ല, ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് പറയുവാണെങ്കിൽ അതുണ്ടാക്കൂന്ന് പറയണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇഷ്ടമുള്ള എന്ത് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. ഉണ്ടാക്കുമെന്ന് പറയണേ. എനിക്കെല്ലാം അറിയാന്നേ, അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നു. വെറുതെ അങ്ങോട്ട് വീരവാദം മുഴക്കുവാണ്. കേട്ടപ്പോൾ മീനാക്ഷി ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണല്ലോ പണി കൊടുക്കണമല്ലോ, വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട്. ഒരു പണി കൊടുക്കാന്ന് ആലോചിച്ചിട്ടെങ്കിൽ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് പുട്ടിഷ് ഉണ്ടാക്കി തരണമെന്ന് പറയണം. പുട്ടിഷോ? ഒരു നിമിഷം മീനാക്ഷി ഞെട്ടിപ്പോയി. അതെന്ത് സാധനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ശ്രീദേവിയുടെ അടുത്തേക്ക് അറിയത്തില്ലേ?
പുട്ടിഷ് എന്താന്നുള്ള കാര്യം. ഹേ, ഇതറിയത്തില്ലാത്ത ആൾക്കാരുണ്ടോ ഇന്നത്തെ കാലത്ത് എന്ന് ചോദിക്കുക. മിത്രയും ഗോമതിയും പരസ്പരം നോക്കുകയാണ്. മിത്രയ്ക്ക് മനസ്സിലായി ഇത് പണി കൊടുത്താന്നുള്ള കാര്യം. പെട്ടെന്ന് വീണെടുത്ത് കിടന്ന് ഉരുളാൻ ശ്രീദേവി തീരുമാനിച്ചു. ഓ, പുട്ടിഷ് മനസ്സിലായി മനസ്സിലായി. ആ മറ്റേ ജപ്പാനി വിഭവം അല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പഴല്ലേ മനസ്സിലായത്? ഓ, ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എന്റെ റെസിപ്പി എനിക്ക് അറിയത്തില്ല. അതെങ്ങനെയാ മീനാക്ഷി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. ആദ്യം പുട്ടുണ്ടാക്കണം, പിന്നെ ദോശ ഉണ്ടാക്കണം. ദോശയെ വെച്ചങ്ങോട്ട് ഉരുട്ടണം. ഉരുട്ടിയതിന് ശേഷം പിന്നെ ശർക്കര പാനിക്കകത്ത് മുക്കണം, പിന്നെ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. ഇത് കേട്ടത് ഓ ഇത്രേ ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം, നാളെ പുട്ടുണ്ടാക്കാം, മറ്റന്നാൾ പുട്ടിഷുണ്ടാക്കാം. എങ്ങനെയുണ്ട്? എന്താണേലും കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം മിത്ര പറഞ്ഞു, ചേച്ചി ഒരു പണി കൊടുത്തല്ലേന്ന് ചോദിക്കും. അതെ, ഞാനൊരു പണി കൊടുത്താന്ന് പറയും. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, ചില സമയത്ത് പാവം തോന്നുന്നു, കണ്ടില്ലേ, ഞാൻ വെറുതെ നമ്പർ ഇട്ടാ പുട്ടിഷാന്ന്, അവിടെ കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുണ്ടത് കണ്ടില്ലേന്ന് ചോദിക്കും. ഗോമതി പറഞ്ഞു, പിന്നെ എനിക്ക് നല്ല ദേഷ്യം വരണേന്ന് പറയാണ്. ഈ സമയം ആനന്ദും ആര്യനും ആകാശും ധർമ്മയും ഒക്കെ പുറത്ത് ഭയങ്കര ചർച്ചയിലാണ്. കാരണം ആനന്ദിന്റെ സംസാര വിഷയം അതല്ല. ആനന്ദിന് മനസ്സിലേക്ക് ചിന്ത വരുന്ന ഹണിമൂൺ ട്രിപ്പ് പോകണം എന്നുള്ളതാണ്. കാരണം ശ്രീദേവി ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവി ആ കാര്യം പറയുന്നേ, ഇത്രയും 2-3 ദിവസമല്ലേ, ഇനി പുറത്തേക്കൊന്നും പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, പുറത്തു പോകാൻ അതെന്തിനാ? അല്ല, ഈ സിനിമയ്ക്കകത്താ കാണില്ലേ നമ്മൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന അതുപോലെ. ഓ അങ്ങനെ, അത് സിനിമയ്ക്കകത്തല്ലേ, അതേപ്പം നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഇല്ലല്ലോ. അമ്മ വിളിച്ചോൻ പറഞ്ഞു പുറത്തൊന്നും പോകുന്നില്ലെന്ന്. ഓ അങ്ങനെ ചോദിച്ചോ അമ്മ? അതേന്നേ, അമ്മയ്ക്ക് വിഷമായെന്ന് തോന്നുന്നു നമ്മൾ പുറത്തൊന്നും പോകാത്തെ. ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേക്കാം, പക്ഷെ അച്ഛനോട് ചോദിക്കണമെന്ന് പറയണം. അച്ഛനോട് ചോദിക്കണം? അതെ, അച്ഛൻ ചിലപ്പോൾ വിട്ടെന്ന് വരത്തില്ല, അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് പോകണ്ടാന്ന് വെക്കാന്നാണെന്ന് പറയണം. ഷോ, അപ്പൊ ഞാൻ അമ്മയോട് എന്ത് മറുപടി പറയും? അത് ശരിയാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ശരി, അച്ഛനോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ആനന്ദ് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ഭഗവാനെ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയാം. ആ കാര്യമാണ് ആനന്ദ് ബാക്കി എല്ലാവരോടും പറഞ്ഞ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, നല്ല കഥയായി. അളിയന്റെ അടുത്തെ ഹണിമൂൺ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതി, അങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ട് ഓടിക്കും. അല്ല, നാണമില്ല നിനക്കൊക്കെ ഇത് പറയാന്? ഞാനിവിടെ മൂത്തരച്ച് പെണ്ണും കിട്ടാൻ നിൽക്കുമ്പോ നിന്റെയൊക്കെ ഒരു ഹണിമൂണ്. ആര്യം പറഞ്ഞതേ, മാമന് പെണ്ണ് കിട്ടാത്ത ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല. മാമന് പെണ്ണ് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ നല്ല സമാധാനം എന്തിനാ ഇല്ലാതാക്കണമെന്ന് ചോദിക്കാം. ആകാശ് പറഞ്ഞു, അത് ശരിയാ, പിന്നെ എന്റെ ഹണിമൂൺ ട്രിപ്പിന് പോയ കാര്യം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് പറയണ. എല്ലാരും കൂടെ കൂടെയായിട്ട് ദേ, ആനന്ദണ്ണ ഹണിമൂൺ ട്രിപ്പ് പോവാണെങ്കിൽ ആനന്ദണ്ണൻ തന്നെ ചോദിച്ചാൽ മതി, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ. എടാ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യടാ. ആരും പറഞ്ഞു ഹെൽപ്പ് ചെയ്യാനാ, നല്ല കഥയായി. ഇതും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിലേ അച്ഛൻ ഞങ്ങളെ ഓടിക്കുമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ആകാശ് പറഞ്ഞു, അത് ശരിയാ, പിന്നെ ഞങ്ങൾ വേണേ കൂടെ വരാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കാന്ന് പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് മതി എന്ന് പറയണം. ഈ സമയം ഗോമതിനെ ആശ്വസിപ്പിച്ച് മീനാക്ഷിയും മിത്രം കൂടി ഇരിക്കുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വന്നിട്ട് ഇന്ന് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, നിങ്ങളെ മരുമക്കളായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കുന്നത്. അതെ, അതിനിപ്പോ എന്താ അപ്പച്ചി കുഴപ്പം? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയും അടുക്കളയുടെ നിയന്ത്രണം കിട്ടണം. ഇപ്പൊ തന്നെ ആണെങ്കിലും കണ്ടോ ഒരവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ. ബാലേട്ടന് രാവിലെ ചായ കുടിച്ചിട്ട് പോകാത്ത ബാലേട്ടനെ നടക്കാൻ പോകുമ്പോൾ ചായ രാവിലെ കുടിച്ചിട്ട് പോയി. അതോടൊപ്പം തന്നെ ആനന്ദ് പുറത്തു പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന ആനന്ദ എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊക്കെ വിഷമമാവുന്ന കാര്യമാണ്, അതെന്താ നിനക്ക് മനസ്സിലാവാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, അതൊന്നും സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം അപ്പച്ചിന്ന് പറയണം. അപ്പോഴേക്കും ബാലന്റെ ഗോമതി എന്നുള്ളൊരു വിളി കേട്ടു. ഇതേ ബാലേട്ടനാന്ന് തോന്നുന്നു വിളിക്കണേ എന്നും പറഞ്ഞ് 3 പേരും കൂടെ ഹാളിലേക്ക് വരുവാണ്. ഗോമതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, എന്താ ഗോമതി, നിന്റെ മുഖം എന്താ കടന്നല് കുത്തിവാലി ഇരിക്കണേന്ന് ചോദിക്കും. പിന്നെ എപ്പോഴും എല്ലാവരുടെയും മുഖം ഒരേപോലെ ഇരിക്കുമെന്ന് ചോദിക്കാം. അത് നീ ആ ശ്രീദേവി മോളെ കണ്ടുപിടിക്കുക. ചിരിച്ച മുഖത്തോട് കൂടിയേ വരുള്ളൂ, എപ്പോഴും മുഖത്തൊരു പ്രസന്നതയാ, ഏത് ജോലി ചെയ്താലും ഒരു ചിരി മുഖത്ത് കാണുമെന്ന് പറയാം. ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കി. ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി നിലത്ത് ആഞ്ഞ് ചവിട്ടുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, എപ്പം നോക്കിയാലും ശ്രീദേവി പുരാണം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കാണ് ശ്രീദേവി ഇതേ ബാലച്ച ചായയെന്നും പറഞ്ഞങ്ങോട്ട് വരുന്നേ. ഗോമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. ചായ കൊടുക്കാനുള്ള തന്റെ അവകാശവും പോയി കിട്ടി. ആണ്ട് അവള് ചായയും പൊക്കി പിടിച്ചോണ്ട് വരുന്നു. പിന്നീട് ബാലനോട് ചേർന്ന് നിന്നിട്ട് ചോദിച്ചു, അല്ല ബാലച്ച, ചായ എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് ചോദിക്കാണ്. ബാലൻ ചായ കുടിച്ചു നോക്കി, സൂപ്പർ ആയിട്ടുണ്ട്, ഗോമതി ഉണ്ടാക്കുന്ന ചായയേക്കാൾ നല്ല ബെസ്റ്റ് ചായ എന്ന് പറയാണ്. ഗോമതിക്ക് ദേഷ്യം വന്നു. ഗോമതി കരയുന്ന മട്ടിലായി. മിത്രയ്ക്കും മീനാക്ഷിക്കും ഇത് മനസ്സിലായി. പെട്ടെന്ന്
കടുപ്പമൊക്കെ ശരിയാണോ, പഞ്ചസാരയൊക്കെ കൃത്യമാണോന്ന് മീനാക്ഷി ചോദിക്കണം. എല്ലാം കൃത്യ, ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് പറയണം. ഈ സമയം മീനാക്ഷി ചോദിച്ചു, ബാലച്ചനോ? അതെന്താ അങ്ങനെ ബാലച്ചാന്ന്? ഞങ്ങളെല്ലാരും ഇവിടെ അച്ചാന്നാളെ വിളിക്കാറുള്ളത്. പെട്ടെന്ന് മീനാക്ഷിയോട് ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല വിളിക്കുന്നേ. കേട്ടില്ലേ, മിത്ര വിളിക്കുന്ന അങ്കിളേന്ന്, അമ്മ വിളിക്കുന്ന ബാലേട്ടാന്ന്, മീനാക്ഷി മാത്രം അച്ചാന്ന് വിളിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ബാലച്ചാന്ന് വിളിച്ചാൽ എന്താ കുഴപ്പമിരിക്കണേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ എനിക്കിട്ട് നൈസായിട്ട് ഐസ് വെക്കുമല്ലേ? അങ്ങനെയാണ്, ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മീനാക്ഷി മനസ്സിൽ കരുതുവാണ്. കാരണം താൻ എവിടെയെങ്കിലും എന്തോരും പണിഞ്ഞു വരുമ്പോഴത്തേനും തനിക്കിട്ടുള്ള പണിയാണ് ഇവള് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ആ സമയം ബാലൻ പറഞ്ഞു, എനിക്ക് ബാലച്ചാന്നുള്ള വിളി ഭയങ്കര ഇഷ്ടമാണ്, അതിനകത്തൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയണം. ഗോമതിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഗോമതി ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് പുറത്തുനിന്ന് ആനന്ദും ആരും അവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ ഇതേ ആനന്ദേട്ടൻ വന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ചെന്നു. ശ്രീദേവി ഓടിച്ചെന്ന് ആനന്ദിന്റെ കയ്യിലേക്ക് പിടിക്കണം. ഗോമതിക്ക് ആ പട വിഷമമായിപ്പോയി. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, ഇതെന്താ ആനന്ദേട്ടൻ മാത്രമേ കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും എന്താ പുകയാണോ എന്ന് ചോദിക്കുക. ശ്രീ മീനാക്ഷിയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ശ്രീദേവി ഒന്ന് മീനാക്ഷിനെ ഇങ്ങനെ നോക്കി. കാരണം ബാക്കി എല്ലാവരും കൂടെ കയറി വന്നു, ആ കൂടെ ആനന്ദം വന്നേ. അപ്പൊ ആനന്ദിനെ മാത്രം പ്രത്യേകം വിളിച്ചോണ്ട് ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ല ശ്രീദേവിക്ക്. പക്ഷെ മീനാക്ഷി ആണെങ്കിൽ ഉരുളേക്ക് ഉപ്പേരി പോലെ അപ്പം മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന് ആനന്ദ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താണ് മോനെ? എന്തായാലും പറ. അത് പിന്നെ അച്ഛാ, എനിക്ക് പോണോന്ന് പറയാണ്. പോണോ? എവിടേക്ക്? അല്ലച്ചാ എനിക്ക് അത് പിന്നെ പോണം. നീ എവിടേക്കാന്ന് പോയി പറയടാന്ന് പറയണ. അത് പിന്നെ എനിക്ക് ഹണിമൂണ് പോണോന്ന് പറയണം. ഇത് കേട്ടതും ബാലിന്റെ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കണം. ബാക്കി എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുക. മീനാക്ഷിയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ വരുവാണ്. താനും ആകാശം കൂടെ കൊടൈക്കനാല് പോകണമെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് കൊടൈക്കനാല് പോകണമെന്ന് പറഞ്ഞ് അവസാനം അച്ഛനൊരു തീരുമാനം എടുത്തു. പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പോയേക്കാം. തിരിച്ചു വരുന്ന വഴി നമുക്ക് അമ്പലത്തിലും കൂടെ കയറിയിട്ട് വരാന്ന്. ഇത് മീനാക്ഷിയുടെ മനസ്സിൽ കിടക്കുകയാണ്. മീനാക്ഷി പെട്ടെന്നോർത്ത് നടന്നത് തന്നെ ഇന്ന് രണ്ടിലൊന്നും സംഭവിക്കും എന്നോർത്ത് മീനാക്ഷി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.